ഹായ് ഗൈസ്, ഞാൻ അജയ്. എൻ്റെ ചാനൽ അജയ് ദ ക്രാബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി ചോക്ലേറ്റ് സ്പ്രെഡ് ഉണ്ടാക്കാം. ന്യൂട്ടെല്ല പോലത്തെ ഒരു ചോക്ലേറ്റ് സ്പ്രെഡ്. ന്യൂട്ടെല്ല എന്ന് ഞാൻ അവകാശപ്പെടില്ല, കാരണം ഞാൻ ഉണ്ടാക്കുന്ന ഈ ചോക്ലേറ്റ് സ്പ്രെഡിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വ്യത്യസ്തമാണ് ന്യൂട്ടെല്ലയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ന്യൂട്ടെല്ലയിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് ഹേസൽനട്ടാണ്. ഹേസൽനട്ട് നമ്മുടെ ഇവിടെയുള്ള മാർക്കറ്റിലൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്, കുറച്ച് കോസ്റ്റ്ലിയാണ്. അതിന് പകരമായിട്ട് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ആൽമണ്ടാണ്, ബദാം. ഇതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. ആദ്യം നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം, അതിനുശേഷം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ എളുപ്പമാണ്, കുറച്ച് ടൈമേ എടുക്കുകയുള്ളൂ. 1 കപ്പ് ആൽമണ്ട്, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത്, 4 ടേബിൾ സ്പൂൺ ബട്ടർ, ആവശ്യത്തിന് വാനില എസൻസ്. ചോക്ലേറ്റ് സ്പ്രെഡ് ഉണ്ടാക്കാനായിട്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി. 5 ഇൻഗ്രീഡിയൻസ് റെസിപ്പിയാണിത്. ആൽമണ്ട് ഒരു പാനിലിട്ട് റോസ്റ്റ് ചെയ്യാം. എണ്ണ ഒന്നും ഒഴിക്കാതെയാണ് റോസ്റ്റ് ചെയ്യുന്നത്. ഒരു 5 മിനിറ്റ് റോസ്റ്റ് ചെയ്താൽ മതി. ഇനി ഇത് ചൂടാറാൻ വെക്കാം. ആൽമണ്ട് ചൂടാറിയിട്ടുണ്ട്. ആൽമണ്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഞാനിതിന്റെ തോല് കളയുന്നില്ല. തോല് കളയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളയാം. മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ബദാം നന്നായി പൊടിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കിയിട്ട് മിക്സിയിലിട്ട് വീണ്ടും അടിക്കാം. ബദാമിന്റെ എണ്ണ ഊറി വരുന്നത് പോലെ മിക്സിയിലിട്ട് അടിക്കണം. എണ്ണ ഊറി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ചു നേരം കൂടി മിക്സിയിലിട്ട് അടിച്ചാൽ റെഡിയായി കിട്ടും. ഇതാണ് പാകം. ബദാം നല്ല പേസ്റ്റ് പരുവായിട്ടുണ്ട്. ബദാമിലുള്ള എണ്ണ ഊറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡറും 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതും ഇട്ട് വീണ്ടും മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ച് ഒരു രസായനത്തിന്റെ പരുവമാക്കണം. ഈ കാണുന്ന കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഒരു ആയുർവേദ രസായനത്തിന്റെ കൺസിസ്റ്റൻസി. ആ ഒരു ലുക്കൊക്കെ ഉണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇടാം. ഞാൻ ആദ്യം 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇടുന്നുള്ളൂ. മിക്സിയിലിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിനു ശേഷം ആവശ്യമെങ്കിൽ ബാക്കിയുള്ള 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് വീണ്ടും മിക്സ് ചെയ്യാനാണ് പ്ലാൻ. വാനില എസൻസ് കൂടി ജാറിലേക്ക് ഇടാം. 1/4 അടപ്പ് വാനില എസൻസ് ആണ് ഞാൻ ഒഴിക്കുന്നത്. ഇനി ജാർ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. കുറച്ചു നേരം മിക്സിയിലിട്ട് അടിക്കണം, എന്നാലേ ന്യൂട്ടെല്ല കൺസിസ്റ്റൻസി ലഭിക്കുകയുള്ളൂ. ന്യൂട്ടെല്ല കൺസിസ്റ്റൻസിയിൽ തന്നെ ചോക്ലേറ്റ് സ്പ്രെഡ് കിട്ടിയിട്ടുണ്ട്. ചോക്ലേറ്റ് സ്പ്രെഡ് ഒരു കുപ്പിയിലേക്ക് മാറ്റാം. അതിനുശേഷം ബ്രെഡിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് നോക്കാം. ചോക്ലേറ്റ് സ്പ്രെഡിന് അധികം ഷെൽഫ് ലൈഫ് ഒന്നും പ്രതീക്ഷിക്കരുത്. ഉപയോഗിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കണം. ഇതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. അതുകൊണ്ട് റൂം ടെമ്പറേച്ചറിൽ 2 ദിവസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് കേടാകാൻ ചാൻസ് ഉണ്ട്. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു 4 ദിവസമൊക്കെ കേടാകാതെ ഇരിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. സാധാരണ ഇത് ഉണ്ടാക്കിയാൽ അന്ന് തന്നെ തീരാറാണ് പതിവ്. അതുകൊണ്ട് എത്ര കാലം കേടാകാതെ നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല. ഒരു കാര്യം പറയാൻ വിട്ടു, ഞാൻ 4 ടേബിൾ സ്പൂൺ ബട്ടർ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി വേണമെങ്കിൽ 4 ടേബിൾ സ്പൂൺ ബട്ടർ തന്നെ യൂസ് ചെയ്യേണ്ടി വരും. കുറച്ചുകൂടി തിക്ക് കൺസിസ്റ്റൻസി മതിയെങ്കിൽ 3 ടേബിൾ സ്പൂൺ ബട്ടർ യൂസ് ചെയ്താൽ മതി. ഞാനുണ്ടാക്കിയ ഈ ചോക്ലേറ്റ് സ്പ്രെഡിന് ശരിക്കും ആൽമണ്ടിന്റെ കിക്കും പിന്നെ ചോക്ലേറ്റിന്റെ കിക്കും ഒക്കെ ഉണ്ടോ എന്ന് നോക്കാം. ആ ഒരു കിക്ക് എൻ്റെ ടേസ്റ്റ് ബഡ്സിന് തരുന്നുണ്ടോ എന്ന് നോക്കാം. പിന്നെ ന്യൂട്ടെല്ലയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ എന്ന് നമുക്ക് ഇനി നോക്കാം. ആദ്യം ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കാം. കണ്ടില്ലേ, നല്ല തിക്ക് കൺസിസ്റ്റൻസിയാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വരെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ന്യൂട്ടെല്ല ഏകദേശം ഇതുപോലെയാണ്. പിന്നെ ഇതിൻ്റെ കളർ നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ ഡാർക്കാണ്, ന്യൂട്ടെല്ല കുറച്ചുകൂടെ ലൈറ്റാണ്. ചിലപ്പോൾ ആൽമണ്ട് യൂസ് ചെയ്തുകൊണ്ടായിരിക്കാം, ആൽമണ്ടിൻ്റെ തൊലി യൂസ് ചെയ്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ച കൊക്കോ പൗഡറിന് കുറച്ചുകൂടെ ഡാർക്ക്നെസ് ഉണ്ടാവും, അതുകൊണ്ടായിരിക്കാം. ഇനി ഇത് ബ്രെഡിലൊന്ന് സ്പ്രെഡ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ കൺസിസ്റ്റൻസിയും ലുക്കും ഒന്നും അല്ലല്ലോ കാര്യം, ടേസ്റ്റാണല്ലോ. ടേസ്റ്റ് ബഡ്സിന് ഇഷ്ടപ്പെടുമെന്ന് നോക്കാം. നന്നായിട്ട് സ്പ്രെഡ് ആവുന്നുണ്ട്, ഈസി ആയിട്ട് സ്പ്രെഡ് ആവുന്നുണ്ട്. കൺസിസ്റ്റൻസി ഒക്കെ ഓക്കെയാണ്. നല്ല ചോക്ലേറ്റ് ലുക്കാണ് ഇതിന്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ശരിക്കും മാജിക്. ന്യൂട്ടെല്ലയ്ക്ക് കുറച്ചുകൂടെ ആ ഒരു എർത്തി ടേസ്റ്റ് ഉണ്ട്. എന്താ പറയുക, പുതുമഴ പെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു സ്മെല്ലില്ലേ, അതുപോലത്തെ ഒരു ടേസ്റ്റ് വരലുണ്ട് ന്യൂട്ടെല്ലയ്ക്ക്. ഹേസൽനട്ട് ഉള്ളതുകൊണ്ട് അതെനിക്ക് വലിയ ഇഷ്ടമല്ല. ഇതിൽ ആൽമണ്ട് യൂസ് ചെയ്തുകൊണ്ട് ആൽമണ്ടിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ട്, എർത്തി ടേസ്റ്റ് അല്ല, നല്ല ടേസ്റ്റാണ്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കുറച്ചുകൂടെ. ചോക്ലേറ്റ് ഫ്ലേവർ തന്നെയാണ് ഇതിൽ മുന്നിൽ നിൽക്കുന്നത്. ആൽമണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് ടേസ്റ്റ് ബഡ്സിന് ഓരോ കിക്ക് വരുന്നുണ്ട്. ഭയങ്കര സബ്ഡ്യൂഡ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് ആൽമണ്ടിൻ്റെ, പക്ഷേ അറിയുന്നുണ്ട്. ന്യൂട്ടെല്ലയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാനുണ്ടാക്കിയ ചോക്ലേറ്റ് സ്പ്രെഡ് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ശരിക്കും കട്ടയ്ക്കാണ് നിൽക്കുന്നത്. ശരിക്കും ടേസ്റ്റിയാണ്, ശരിക്കും ഡെലീഷ്യസ് ആണ്. ന്യൂട്ടെല്ലയുടെ അത്രയും തന്നെ വരും, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. പക്ഷേ വിലയുടെ കാര്യത്തിലാണെങ്കിൽ ഇത് കുറേ താഴെയാണ് നിൽക്കുന്നത്. ന്യൂട്ടെല്ല ഇവിടെയാണ്.
ന്യൂട്ടെല്ലയുടെ ഒരു ചെറിയ ബോട്ടിൽ വാങ്ങണമെങ്കിൽ 300 രൂപയ്ക്ക് മുകളിൽ കൊടുക്കണം. ഇങ്ങനെയൊന്നും ഉണ്ടാക്കണമെങ്കിൽ മാക്സിമം 150 രൂപ അത്രേ ആവുകയുള്ളൂ. ന്യൂട്ടെല്ലയുടെ ഒരു കോസ്റ്റ് ഇഫക്റ്റീവ് സബ്സ്റ്റിറ്റ്യൂട്ടാണ് ഈ ഹോം മെയ്ഡ് ചോക്ലേറ്റ് സ്പ്രെഡ്. നിങ്ങളിത് വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അവരിടയ്ക്കിടയ്ക്ക് നിങ്ങളോട് ഉണ്ടാക്കി തരാൻ പറയുകയും ചെയ്യും. അതെന്തായാലും ഗ്യാരണ്ടിയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.